അമ്മേ, എന്താ ഇവിടെ നിൽക്കുന്നേ? അമ്മയുടെ വിഷമം ഇതുവരെ മാറിയിട്ടില്ലല്ലേ? വിഷമോ? എന്ത് വിഷമം? അരുന്ധതിയുടെ മകൻ ആ ഋഷിയമ്മയെ ആക്ഷേപിച്ചെന്റെ വിഷമം. അതാണോ? അതൊക്കെ ഞാൻ എന്നേ മറന്നു. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് എത്രയോ ദിവസമായി. അതെല്ലാം മനസ്സിന്ന് പോയി. മനസ്സിന്ന് പോയെന്നോ? ഇല്ല, അമ്മയുടെ മുഖത്ത് ആ വിഷമം ഞാൻ ഇപ്പോഴും കാണുന്നുണ്ട്. ഞാനമ്മ ശ്രദ്ധിക്കായിരുന്നു. 2-3 ദിവസമായി അമ്മയുടെ മുഖം ആകെ വിങ്ങിപ്പൊട്ടി നിൽക്കുക. അമ്മയ്ക്ക് ചിരിയും സന്തോഷവും ഒന്നുമില്ല. പലപ്പോഴും എന്തെങ്കിലും ചോദിച്ചാൽ അതിന് മറുപടിയുമില്ല. അമ്മേ, വിഷമമൊന്നുമില്ലെന്ന് അമ്മ അഭിനയിക്കുകയല്ലേ? പക്ഷേ അമ്മ ഉള്ളിൽ കരയല്ലേ? എനിക്കറിയാം. ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അമ്മ ഞങ്ങളെ സമാധാനിപ്പിച്ച് നിർത്തുകയായിരുന്നു. പക്ഷെ അമ്മയുടെ മനസ്സിൽ ഒരു സമാധാനമില്ലാതെ ആകെ വെപ്രാളപ്പെടുകയാണ്. ഋഷിയും കൂട്ടുകാരും ആ അമ്പലത്തിന്റെ അവിടെ വെച്ചുണ്ടാക്കിയ അപമാനം അടുത്തൊന്നും അമ്മയുടെ മനസ്സിൽ നിന്ന് പോവില്ല. അമ്മയ്ക്ക് ഒന്ന് പൊട്ടിക്കറിഞ്ഞ കൊള്ളുന്നുണ്ട് അല്ലേ? പക്ഷെ അതിന് പറ്റുന്നില്ല. അമ്മേ, അമ്മ കരയാതിരിക്കുക. ഞാനമ്മ വിഷമിപ്പിച്ചല്ല. സോറി. നീ പറഞ്ഞ നേരം മോനെ. ഒന്ന് കരയാൻ പോലും കഴിയാതെ പൊട്ടി നിൽക്കായിരുന്നു ഞാൻ. ഇപ്പൊ ഒക്കെ ശാന്തമായി. എല്ലാം കഴിഞ്ഞു. ഇല്ല, ഒന്നും കഴിഞ്ഞിട്ടില്ല. എല്ലാം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. മോനെ നന്ദ, ആ വിവേകം ഒന്നും കാണിക്കരുത് നീ. ഈ കണ്ണീര് എനിക്ക് കണ്ടില്ലെന്ന് വെക്കാൻ പറ്റില്ലമ്മേ. നീ എന്താ പറയുന്നേ? നീ എന്ത് ചെയ്യാൻ പോവാ? നോക്ക്, ഈ കരച്ചിൽ ഇവിടെ അങ്ങ് തീർന്നു. ഒന്നുമില്ല, ഒരു വിഷമവും ഇല്ല എനിക്കിപ്പോ. ഇനി നീ എന്നെ സങ്കടപ്പെടുത്തരുത്. ഋഷിയും അരുന്ധതിയും ഒക്കെ വിട്ടേക്ക്. ഒക്കെ ഞാൻ സഹിച്ചോളാം. പ്ലീസ് മോനെ, ബഹളത്തിനൊന്നും നീ പോകരുത്. ഇല്ലമ്മേ, അമ്മ പേടിക്കണ്ട. സത്യമാണല്ലോ അല്ലേ? അതെ. മോനെ നോക്ക്, നിനക്ക് എന്നോടുള്ള സ്നേഹം എനിക്ക് നന്നായിട്ട് അറിയാം. ആ സ്നേഹം ഉള്ളിലുണ്ടായാ മതി. അതിലപ്പുറം ഒന്നും ചെയ്യരുത്. ഈ എടുത്ത് ചട്ടം കാണിക്കരുത്. ഇല്ലമ്മേ, അമ്മ വിഷമിപ്പിക്കില്ല.